വിവാദ ഗോളിൽ ഖത്തറിനോട് തോറ്റ ഇന്ത്യ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിന്ന് പുറത്തായി. ദോഹയിലെ ജാസിം ബിൻ അഹമ്മദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ തോൽവി ഉണ്ടായത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, ഇന്ത്യൻ കളിപ്രേമികളെ നിരാശപ്പെടുത്തിയ ഒരു മത്സരം എങ്ങനെയായിരുന്നു? ഇങ്ങനെ നോക്കിക്കാണാം. ലക്ഷ്മി, ഇന്ത്യ ലോകകപ്പിൻ്റെ ലോകകപ്പിലേക്കുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഇന്ത്യ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർക്കൊക്കെ വേദന നൽകുന്ന കാര്യം. എന്നാൽ അതിനുപരി ഇന്നലത്തെ മത്സരം വലിയൊരു വിവാദത്തിന് തന്നെയാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ ഇന്നലെ ഖത്തറിനോട് പരാജയപ്പെട്ടത് 1-നെതിരെ 2 ഗോളുകൾക്കാണ്. ഖത്തർ 2 ഗോളുകൾ നേടിയാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. മത്സരം തുടങ്ങിയത് മുതൽ തന്നെ ഇന്ത്യയുടെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. 37-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടി മത്സരത്തിൽ സ്വന്തമാക്കിയത് ഇന്ത്യ തന്നെയായിരുന്നു. മത്സരം ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു. എന്നാൽ 73-ാം മിനിറ്റിൽ ഒരു വിവാദം സംഭവിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇപ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. കാരണം ഒരു ബോൾ, അതായത് ഗോൾ ലൈൻ കടന്ന് പുറത്തേക്ക് പോയ ഒരു പന്ത് തിരിച്ചെടുത്ത് ഗോളടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു വലിയ വിവാദത്തിന് തന്നെയാണ് എന്തായാലും ഈ ഒരു മത്സരം വഴിമരുന്നിട്ടിരിക്കുന്നത്. അതിന് 73-ാം മിനിറ്റിലായിരുന്നു ആ ഒരു വിവാദ ഗോൾ സംഭവിച്ചത്. അതിന് പിന്നാലെ തന്നെ 85-ാം മിനിറ്റിൽ മറ്റൊരു ഗോൾ കൂടി നേടി ഖത്തർ വിജയം സ്വന്തമാക്കുകയായിരുന്നു. എന്തായാലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ ഒരു പുറത്താക്കൽ വളരെ വേദന സമ്മാനിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. മറ്റൊരു കാര്യം, സുനിൽ ഛേത്രി നായകൻ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം കൂടിയായിരുന്നു ഇത്. എന്നിരുന്നാലും ഇന്ത്യയുടെ തോൽവിക്ക് പുറമേ തന്നെ ഏറ്റവും വലുതായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു വിവാദ ഗോൾ തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഗോൾ ലൈൻ കടന്ന് പുറത്തു പോയ ഒരു പന്ത് തിരിച്ചെടുത്ത് അത് ഗോളാക്കുന്ന ഒരു കാഴ്ച, അത് റെഫറി ശ്രദ്ധിച്ചിരുന്നുമില്ല. റെഫറിയുടെ വലിയൊരു പിഴവ് തന്നെയാണ് നമ്മൾ കണ്ടത്. മുൻപ് ISL അടക്കം ഇതുപോലെ കാര്യങ്ങൾ വന്ന സമയത്തും ഇന്ത്യൻ ആരാധകരൊക്കെ വളരെ അധികം പറഞ്ഞൊരു കാര്യമാണ് VAR, അതായത് ഒരു വീഡിയോ അസിസ്റ്റ് റെഫറി സിസ്റ്റം ISL അടക്കം കൊണ്ടുവരണം എന്നുള്ള കാര്യം. എന്നാലും ഫിഫയുടെ ഒരു മത്സരത്തിൽ തന്നെ ഇത്രയും വലിയൊരു പിഴവ് സംഭവിച്ചത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് തന്നെ തുറക്കപ്പെടും. ലക്ഷ്മി.